വഖഫ് ബില്ല് ഇന്ന് പാർലമെന്റിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ് ആണ് ഏറ്റവും വെട്ടിലായിരിക്കുന്നത് കേരളത്തിലെ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. കോൺഗ്രസ് ഇപ്പോൾ എയറിലാണ്. ഈ മതേതര പരീക്ഷയാണ് കോൺഗ്രസിന് ഇന്ന് നടക്കാൻ പോകുന്നത്. ഈ മതേതര പരീക്ഷയിൽ കോൺഗ്രസ് ജയിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. അക്ഷരാർത്ഥത്തിൽ KPCC വേഴ്സസ് KCBC എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ക്രിസ്ത്യൻ സംഘടനകളെല്ലാം കോൺഗ്രസിന് ശക്തമായ താക്കീത് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ വഖഫ് ബില്ലിനെ അനുകൂലിക്കണമെന്നാണ് കൃത്യമായി ക്രിസ്ത്യൻ സംഘടനകൾ KCBC അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ വെട്ടിലാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. വയനാട് നിന്ന് പ്രിയങ്ക ഇനി ജയിച്ചു പോകണമോ വേണ്ടയോ എന്ന് ക്രിസ്ത്യാനികളാണ് തീരുമാനിക്കുന്നത് എന്നുള്ള കൃത്യമായ സന്ദേശമാണ് ഇവിടെയുള്ള ക്രിസ്ത്യൻ സംഘടനകൾ കോൺഗ്രസിന് കേരളത്തിലെ നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഈ ബില്ലിനെ എതിർക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് മധുരത്തിൽ ചാലിച്ച വാക്കുകളിൽ ക്രിസ്ത്യൻ സംഘടനകളെ ഞങ്ങൾ വിളിച്ചറിയിച്ചിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്നത്. എന്നാൽ ക്രിസ്ത്യൻ സംഘടനകൾ അതൊന്നും KCBC അടക്കം ചെവിക്കൊണ്ടിട്ടില്ല എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കോൺഗ്രസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത് ഞങ്ങൾ ക്രിസ്ത്യൻ സംഘടനകളെ വിളിച്ചിരുന്നു, KCBCയെ വിളിച്ചിരുന്നു, ചർച്ച ചെയ്തിരുന്നു, ഇതിനെ എതിർക്കേണ്ടതിന്റെ ആവശ്യകത ഈ രാജ്യത്തിന്റെ ആവശ്യകതയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ബില്ല് എന്താണ് എന്ന് പഠിച്ച KCBC ഇതിനെ എതിർത്തേ മതിയാവൂ എന്ന ശക്തമായ താക്കീതാണ് കോൺഗ്രസിന് കൊടുത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഈ അവസരം BJPയുടെ രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്നു. ഒരു സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വമ്പൻ നീക്കം, BJPയുടെ വമ്പൻ നീക്കം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് ഇന്ന് നടന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹം BJP സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം ആദ്യ പ്രതിഷേധ മാർച്ച് വലിയ രീതിയിലുള്ള ഈ കോൺഗ്രസ് എംപിമാരുടെ സകല MP ഓഫീസുകളിലേക്കും നടത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത്. കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള നീക്കം ക്രിസ്ത്യാനികളെ BJPയിലേക്ക് അടുപ്പിക്കാൻ, BJP ആണ് നിങ്ങൾക്കൊരാശ്രയം എന്ന് കൃത്യമായി അദ്ദേഹം ക്രിസ്ത്യാനികൾക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്നു. ഇതാ നോക്കൂ, മുനമ്പം വിഷയത്തിൽ എന്താണ് ഇവിടുത്തെ കോൺഗ്രസ് പ്രതിനിധികളുടെ കൃത്യമായിട്ടുള്ള നിലപാടെന്ന് നിങ്ങൾ കണ്ടില്ലേ? അവർ വഖഫ് ബില്ലിനെ എതിർക്കുന്നില്ല, നിങ്ങൾ അവരുടെ തെരുവിൽ നിർത്തുകയാണ്. അവർക്ക് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ്, അതും മുസ്ലിം പ്രീണന രാഷ്ട്രീയമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന കൃത്യമായിട്ടുള്ള സന്ദേശം ക്രിസ്ത്യാനികളിലേക്ക് എത്തിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് ഈ പ്രതിഷേധ മാർച്ചിലൂടെ കഴിഞ്ഞു. സകല കോൺഗ്രസ് എംപിമാരുടെയും MP ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് ഇന്ന് നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിന്റെ തിരുവനന്തപുരം MP ആയിട്ടുള്ള ശശി തരൂരിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടന്നു. അതിന് നേതൃത്വം കൊടുത്തത് മുൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള K സുരേന്ദ്രനാണ്. അതേസമയം പാലക്കാട് ജില്ലാ അധ്യക്ഷനായിട്ടുള്ള പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിലാണ് VK ശ്രീകണ്ഠന്റെ MP ഓഫീസിലേക്ക് മാർച്ച് നടന്നത്. ഹൈബി ഈഡന്റെ ഓഫീസിലേക്ക് മാർച്ച് നടന്നിരിക്കുന്നു. BJP ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഒരു സ്ഥലത്ത് വഖഫ് ബില്ല് കൃത്യമായി BJP കേന്ദ്ര നേതൃത്വം നടപ്പിലാക്കുമ്പോൾ അതെങ്ങനെ കൃത്യമായി ഇവിടെയുള്ള പാർട്ടികളുടെ ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ ഇരട്ടമുഖം തുറന്നു കാണിക്കാം എന്നുള്ള ശക്തമായിട്ടുള്ള നീക്കമാണ് BJP നടത്തിയിരിക്കുന്നത്, ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 19 MPമാരുടെയും ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് BJP പ്രഖ്യാപിച്ചിരുന്നത്. ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തുന്നത്. 19 സ്ഥലങ്ങളിലെയും പ്രതിഷേധ മാർച്ചും സംസ്ഥാന നേതാക്കൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചിരുന്നു. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് വഖഫ് ബില്ല് അവതരിപ്പിക്കപ്പെട്ടു. ബില്ലിന്മേൽ 8 മണിക്കൂർ ചർച്ച നടക്കും. ആ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും സഭയിൽ സ്വീകരിക്കേണ്ട തന്ത്രം തീരുമാനിക്കുന്നതിനാൽ രാവിലെ 9:30 പാർട്ടി MPമാരുടെ യോഗം കോൺഗ്രസ് വിളിച്ചുകൂട്ടിയിരുന്നു. മധുരയിൽ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കേണ്ടതിനാൽ CPM MPമാർ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന ഒരു റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. പാർലമെന്റ് സമ്മേളനം അവസാനിക്കാൻ 3 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തിരക്കിട്ട് നടപടികൾ പൂർത്തിയാക്കാനാണ് സർക്കാരിന്റെ ശ്രമം. ബിൽ പാസ്സാക്കാനുള്ള അംഗസംഖ്യ ഉള്ളതിനാൽ സർക്കാരിന് ആശങ്കയില്ല എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. അതേസമയം എറണാകുളത്ത് കോൺഗ്രസ് MPമാർക്കെതിരെ പോസ്റ്റർ പതിക്കുന്ന ഒരു ഉണ്ടായിരുന്നു. കോൺഗ്രസ് MPമാരുടെ ശ്രദ്ധയ്ക്ക് എന്ന തലക്കെട്ടിലാണ് പോസ്റ്റർ. വഖഫ് ബില്ലിനെ എതിർത്താലും ജയിച്ചെന്ന് കരുതണ്ട എന്ന് മുന്നറിയിപ്പുണ്ട്. മുനമ്പം ജനതയുടെ പേരിലാണ് പോസ്റ്റർ. ഹൈബി ഈഡൻ MPയുടെ ഓഫീസ് പരിസരത്താണ് ഈ പോസ്റ്റർ വന്നത് എന്നുള്ളതും സുപ്രധാനമായ ഒരു കാര്യമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.